യാസീൻ ഓതൽ ഉസ്താദെ അസറിന് ശേഷമാണെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ ആളുകൾ അങ്ങനെ ഓതുന്നുണ്ടല്ലോ. അസർ കഴിഞ്ഞാൽ മഗ്‌രിബ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓതേണ്ടത് ഇഷ്കാലാണ്. കുറേ പേര് ഈ യൂട്യൂബിൽ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എപ്പോഴാണ് യാസീൻ ഓതേണ്ടത്? യാസീൻ ഓതേണ്ട വക്കത്ത് മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്. ബൈനൽ മഗ്‌രിബി വൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. എങ്ങനെ ഓതണത്? അത് ഓതേണ്ട രീതിയൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. മുത്തവാലിയായിട്ട് ഓതണം. ഒന്ന് ഓതിയിട്ട് കടയിൽ പോയി ചായയും പരിപ്പോടെയോ കുടിച്ചുകൊണ്ട് വന്നിട്ട് രണ്ട് പറ്റില്ല. ഒന്ന് ഓതിയിട്ട് അതിനോട് തുടർന്ന് അടുത്തത്, അങ്ങനെ 3 എണ്ണം ഓതണം. അതാണ് ഇതിൻ്റെ തർത്തീബ്. അങ്ങനെയാണ്. അങ്ങനെ 3 യാസീൻ. എപ്പോഴാ? ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. അസർ കഴിഞ്ഞിട്ടും ഓതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ചില ഇബാറത്തുകൾ കാണുന്നുണ്ട് കിതാബിൽ, പ്രത്യേകിച്ച് മൗലിദ് കിതാബിലൊക്കെ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അസർ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? ഒരു രാവ് കയറി രാവിൻ്റെ മഹത്വം കിട്ടണമെങ്കിൽ സവാല് കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞാലും രാവിൻ്റെ മഹത്വം ഉണ്ട്. അസറിന് ശേഷം, കാരണം രാത്രിയോട് ചേർന്നു എന്ന നിലക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മഗ്‌രിബിന് ശേഷം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമുണ്ടെന്ന് കൂട്ടാം. ഒരു ഹോസ്പിറ്റൽ കേസാണ്. മഗ്‌രിബിന് ശേഷം എന്തായാലും പറ്റില്ല, നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, കുഴപ്പമാണ്, പിന്നെ എന്താ പ്രയാസമായിട്ട് പോവും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഏറ്റവും അഫ്ദൽ എപ്പോഴാണ്? ബൈനൽ മഗ്‌രിബി വൽ ഇശാ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പള്ളിയിൽ ഓതുന്നത്. അതിനു വേണ്ടിയാണ് ഉമ്മമാർക്ക് ആ നേരത്ത് രണ്ടും, ഒരു വഴിക്ക് 2 കക്ഷി എന്ന് പറഞ്ഞ ഇടപാട് പറ്റൂലല്ലോ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അപ്പോൾ 3 നെയ്യത്തിലാണ് ഈ യാസീൻ വരിക. ഇനി അതിൻ്റെ നെയ്യത്ത് പറയാം. 3 നെയ്യത്ത്. ഒന്ന്, ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ. നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകണം. ആഫിയത്തുള്ള ആയുസ്. ദീർഘായുസ് നമുക്ക് വേണ്ട. ആരാ പറഞ്ഞ ദീർഘായുസ് വേണമെന്ന്? ദീർഘായുസ് വേണ്ട. ദീർഘായുസ് കുഴപ്പമാണ്. ഏത് ദീർഘായുസ്? ആഫിയത്തില്ലാതെ ദീർഘായുസ്. ബാപ്പ അങ്ങനെ കിടക്കുക, കുറേ നാളായി, അനങ്ങാൻ പറ്റില്ല. ആ ദീർഘായുസ് അപകടമാണ്. പഠിച്ചോ മളക്കാക്കട്ടെ. നമുക്ക് ഏത് ദീർഘായുസാണെന്നറിയോ? നിലത്ത് വെച്ച് സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ കഴിയുന്ന ദീർഘായുസ്. അത് മതി നമുക്ക്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ കസാലയിൽ നിന്നിട്ടുള്ള ആ ദീർഘായുസ് നമുക്ക് അപകടമാണ്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായൊരു എഫക്റ്റ് നമ്മുടെ കൽവിൽ കിട്ടില്ല. ഇന്ന് പള്ളിയിലേക്ക് ഓടിച്ചാടി വരുന്നവനും ആ കസാലയും കൂടി എടുത്തിട്ട് ഒറ്റ ഇരുത്താണ്. അല്ലാഹു അക്ബർ. അതിനെ നിസ്കാരം എന്ന് പറയില്ല, അതിനെ കസേരകളി എന്ന് പറയും. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഇത് വെള്ളിയാഴ്ച പറഞ്ഞാൽ ജുമാ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടും, നിങ്ങൾക്ക് കിട്ടാനുള്ളതും കിട്ടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ? നിൽക്കാൻ കഴിവുള്ള ഒരാൾ, അയാൾ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും. ഫർള് നിസ്കാരം. ഇനി അയാൾക്ക് ഇരിക്കാം. എപ്പോൾ? കസേരയിലല്ല, താഴെ നമ്മൾ അത്തഹിയ്യാത്തിൽ ഇരിക്കുമല്ലോ, അതേപോലെ ഇരിക്കാം. എപ്പോൾ? നിൽക്കാൻ ഒരു നിർവാഹമില്ല. അയാൾ നടന്ന ആടി വന്ന ആളൊന്നുമില്ല, അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടാൽ അയാൾക്ക് എന്ത് ചെയ്യുക? നേരെ ഇരിക്കാൻ പാടില്ല. അയാൾ ഭിത്തിയുടെ ഒരു മൂലയിലേക്ക് പോയിട്ട് ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കണം. ഭിത്തി ചാരി നിൽക്കണം. രണ്ടാമത്തെ സൊല്യൂഷൻ ഈ പറയുന്ന അടുത്ത ഇതാണ് പറയുന്നത്. ഭിത്തിയിൽ ചാരി നിൽക്കണം. അതിനും പറ്റുന്നില്ല. എവിടെയെങ്കിലും പിടിച്ചു തൂങ്ങിയാൽ നിൽക്കാം. അപ്പോൾ ജനലിലോ അല്ലെങ്കിൽ കമ്പിയിലോ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇരിക്കാൻ പാടില്ല. കസേരയിലിരിക്കാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. ഓഹോ മനസ്സിലായോ നിങ്ങൾക്ക്? കസാലേക്ക് എപ്പോഴാണ്? മലക്കം അറിയുമ്പോഴാണ്. ഒരു നിർവാഹമില്ല, നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള് നമ്മളെന്താ പറയുക? നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള് എന്താ? നെയ്യപ്പോ? നിസ്കാരത്തിൻ്റെ വേണ്ട, നമ്മളെ തോപിച്ചല്ല. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്തല്ലേ? നെയ്യപ്പം, നെയ്യത്ത് അല്ലേ? രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ? നെയ്യത്ത്. പക്ഷെ അതിന് മുമ്പ് ഒരു ഫർള് ഇവിടെ ഉണ്ട്. ഏതാ ഫർള്? നിൽക്കാൻ കഴിവുള്ള നിൽക്കണം, എന്നിട്ടേ നെയ്യത്തുള്ളൂ. ചില ആളുകൾ വരുന്ന കാണാം, എന്താ സ്റ്റൈല്, സിനിമ സ്റ്റൈൽ ഇങ്ങനെ വന്നിട്ട് എന്തൊട്ട് കൈയ്യട്ടലാണത്. നാളെ ഞാനൊരു കാക്കാനോട് ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ പറയാ, നെയ്യത്ത് ഞാൻ വീട്ടിൽ നിന്ന് വച്ചിട്ടുണ്ട്. കാരണം ഞാൻ പള്ളിയിലേക്ക് വന്ന് നൂറിക്ക് ഇരിക്കാനാണ്, വേറെ ഒരു നെയ്യത്തുമില്ല. മൊയിലാരത്തെല്ലാം വന്നതല്ല, ഞാൻ നൂറിക്ക് ഇരിക്കാൻ വന്നാണ്. പിന്നെ എന്തുട്ടാ നെയ്യത്ത്? അത് പറ്റില്ല. മക്റൂനത്തൻ, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും അല്ലാഹു അക്ബർ എന്ന അള്ളാഹുവിൻ്റെ അലിഫിൻ്റെയും അക്ബർ എന്ന റാഇൻ്റെയും ഇടയിൽ നെയ്യത്ത് വേണം. എവിടെയെങ്കിലും അല്ല. ഇത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഠിച്ചവനെ ളുഹർ ഞാൻ നിസ്കരിക്കുന്നു വേണം. അപ്പോൾ നെയ്യത്തിന് 100 മാർക്കായുള്ളൂ. അതിന് മുമ്പ് വക്ക മാർക്ക് കുറവാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക? എന്താ ഇപ്പോൾ പറഞ്ഞത്? നമ്മൾ എന്തിനാ ഇപ്പോൾ ഇത് പറഞ്ഞത്? പഠിച്ചോ വല്ലാത്ത മുസീബത്തായില്ലേ?
കുറേശ്ശെ. അപ്പോൾ ഒരാൾക്ക് യാതൊരു നിർവാഹമില്ല, അങ്ങനെ ചാരിക്കാൻ പറ്റില്ല. ഇനി കേട്ടോളി, അടുത്ത മസലയിൽ പറയാം. നിങ്ങൾ ഏത് ഉസ്താദിൻ്റെ അടുത്ത് പോയി, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ഉസ്താദന്മാരുടെ അടുത്ത് പോയി ഫത്വ മേടിച്ചോളി. ഇങ്ങനെയല്ലാതെ ഒരു ഫത്വ തന്നാൽ ഈ തൊപ്പി നിങ്ങളുടെ തലയിലിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതെന്താ ഈ പറയുന്നത്? ഒരാൾക്കൊരു നിർവാഹമില്ല. ഇനി നിൽക്കണതിന് കുഴപ്പമില്ല, കുറച്ചു നേരം നിൽക്കാം, സുജൂദ് റുക്കുവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീക്കാൻ പറ്റും ഇല്ലേ? ഈ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. ഇതിപ്പോൾ അറിയില്ല. ഇപ്പം മൊയിലിയാർക്ക് 34-35 വയസ്സേ ഉള്ളൂ. മൊയിലിയാർ പാഞ്ഞോടി നടക്കും. ഇപ്പം നടുവേദന അറിയില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ചട്ടി മൊയിലിയാരും പോവും പള്ളിയിലേക്ക്. കുറച്ചോമ്പളൊക്കെ ആക്കട്ടെ അല്ലേ? അപ്പോഴേ അറിയുള്ളൂ. ഇരുന്നിട്ട് എണീക്കാൻ പറ്റാത്ത നമ്മുടെ മരിച്ചുപോയി ഹമീദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അസർ കഴിഞ്ഞിട്ട് അത്തഹിയാത്തിൽ നിന്ന് എണീറ്റിട്ട് ആ കുന്തങ്കാലയിൽ 2-3-4 മിനിറ്റ് ഇരുന്നിട്ടാണ് എണീക്കുന്നത്. പതുക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പതുക്കെ ഒരുപാട് സമയമെടുത്ത് എണീക്കാൻ പറ്റില്ല. വന്നിരുന്നതാണ്, പിന്നെ എണീക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ സുജൂദ് റുക്കുവും കഴിഞ്ഞിട്ട് എണീക്കാൻ പ്രയാസമാണ്. അയാൾ എന്ത് ചെയ്യണം? എന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ. ആ കസാലഞ്ഞ് എടുത്താളി പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഒരാളെ ഹെൽപ്പിന് നിർത്തണം. മോനോട് പറയണം, മോനെ ഞാനിവിടെ നിൽക്കിരിക്കുകയാണ്, സുജൂദിൽ നിന്ന് എണീച്ച് വരുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊന്ന് പൊങ്ങാനാണ്. അപ്പോഴും കസാല ഇല്ല കേട്ടോ. കസാല അവസാനത്തെ പടക്കം തല്ലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിലത്തേക്ക് മറിയല, ഒരു നിർവാഹമില്ലാത്തപ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ നിയമവശം അതാണ്. ഏതായിരുന്നാലും ഇന്ന് ആകെ ഒബ്സർവേഷൻ, ആകെ ബുക്ക് ചെയ്തിട്ടേക്കാണ് കസാലയും. ആ കസാലയുടെ കളികളാണ് പള്ളിയിൽ കൂടി വരികയാണ്. സഫ് ഉണ്ടാവുന്ന സംശയമാണ്. അപ്പോൾ കാർപ്പറ്റ് വിരിക്കണമെന്ന് ആരോ ചോദിച്ചു. എല്ലാവരും കസാലയിലാണെങ്കിൽ പിന്നെ മുട്ടുവേദന ഉണ്ടാവുമോ ഇല്ലാരെന്ന്. അപ്പോൾ ഈ കസാല ഇല്ലാതാക്കാനാണ് ഈ കാർപ്പറ്റ് കൊണ്ടുവരുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ അതിലേക്ക് സഹായിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആ ചെയ്യാൻ പോവുക. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇന്ന് 50,000 രൂപ എൻ്റെ കുറച്ചു മുമ്പ് കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാൻ പള്ളിയിലേക്ക് കാർപ്പറ്റിന് ഒരു കുടുംബം. അള്ളാഹുവേ, ആ മക്കളെ മാതാപിതാക്കളുടെ ഖബറിൽ സ്വർഗത്തിലെ കാർപ്പറ്റ് പരവതാനി വിളിക്കുന്ന മുഅ്മിനീങ്ങളിൽ പടച്ചോനെ നീ ചേർക്കണേ അല്ലാഹ്, ചേർക്കണേ പടച്ചോനെ. ഒരുപാട് പേരങ്ങനെ സഹായിക്കുന്നുണ്ട്. അള്ളാഹുവേ, പള്ളിയിലേക്കും നമ്മുടെ പരിശുദ്ധമായ ഇൽഫത്തുൽ ഇസ്ലാമിൻ്റെ കൂട്ടായ്മയിലേക്കും ഒരുപാട് പേരുടെ സഹായം, സഹകരണം, സന്തോഷം, അതാണ് ഈ സന്തോഷം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താ? നമ്മുടെ ആയുസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ജാതി ആയുസ്സല്ല, ആഫിയത്തുള്ള ആയുസ്, ദീർഘായുസ്. അതിനുവേണ്ടി നമുക്ക് മാത്രമല്ല, നമ്മുടെ മുഹബ്ബീങ്ങൾക്കും നീയത്ത് അങ്ങനെ വെക്കണം കേട്ടോ. നീയത്ത് കൂടുന്തോറും കൂലി കൂടുക. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഈ പള്ളിക്കാട്ടിൽ വന്നിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ ഈ സ്വലാത്ത് എൻ്റെ ഉപ്പാക്ക് ഖബറിലേക്ക് കൊടുക്കണേ റബ്ബേ, അല്ലെങ്കിൽ ഉമ്മയുടെ ഖബറിലേക്ക് കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. ആ സ്വലാത്ത് ആർക്കും മാത്രമേ ഉള്ളൂ? ഉമ്മാക്കും ഉപ്പാക്കും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് പറയാം, പടച്ചോനെ ഈ സ്വലാത്ത് ഈ ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും 100 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മീസാൻ കല്ല് നഷ്ടപ്പെട്ട വലിയ എത്ര ഖബർ ഇടിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് ചെന്ന് നോക്കും. മണ്ണ് വാരിയിടാൻ പോലും കുടുംബക്കാരില്ലാത്ത അനാഥമായ ഖബറുകൾ എത്രയുണ്ട്? എണ്ണറിയില്ലെങ്കിൽ മുല്ലാക്കാനോട് ചോദിച്ചു നോക്ക്. എത്ര ദയനീയമാണല്ലേ. നമ്മുടെയൊക്കെ കുട്ടികളും വേണ്ടപ്പെട്ടവരും വന്ന് തിരിഞ്ഞു നോക്കാത്തൊരു ഖബറെന്ന് ആലോചിച്ച് നോക്കി. ബറാഅത്ത് രാവിൽ മുടങ്ങാതെ പോകുന്ന പരിചരിക്കുന്ന ഒരു ഖബറിൽ ഉണ്ടാവും അങ്ങനെ? പഠിച്ചോമ്പടെ ഖബറിനെ കാക്കട്ടെ. ഒരു ഖബറിൽ എപ്പോഴും നിൻ്റെ ഉമ്മാടെ ഉപ്പാടെ അടുത്ത് വന്ന് നിന്ന് തസ്ബീഹ് ചൊല്ലാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നീ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഖബറടക്കിയിട്ട് അവിടെ ഒരു പച്ച ചെടിയുടെ തണ്ടോ ഒരു മരമോ അവിടെ നട്ടുപിടിപ്പിക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ തൊടാൻ അവകാശമില്ല പള്ളി കമ്മിറ്റിക്ക്. അറിയോ നിങ്ങൾക്ക്? ജോലി പോയാലും വേണ്ടില്ല. അറിയോ, മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഖബറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇതേപോലത്തെ സാമാനുള്ള ചെടിയുണ്ടല്ലോ, അതിന്ന് ഒരു ഇല പറിക്കാൻ അനുവാദമില്ല. അതിന് മയ്യത്തിന് മാത്രമേ അനുവാദമുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒടിച്ചിട്ട് അടുത്ത ഖബറിലേക്ക് ഹറാമാണ്. അത് മയ്യത്തിൻ്റെ അവകാശം ഹനിക്കല. മയ്യത്തിന് ഇന്ന വരെ കൂലി കിട്ടിയിരുന്ന സാധനം ഇഞ്ഞിട്ട് ആടറാ നമുക്ക് എന്ന് പറഞ്ഞ് വാങ്ങും പോലെയാണ്. വാപ്പാടെ ഖബറിൽ നിന്ന് ഒടിച്ച് ഉമ്മാക്കും വെക്കാൻ പറ്റില്ല. നോ പറ്റില്ല. അത്ര വലിയ അമല അത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിൻ്റെ അടുത്തുകൂടെ പോവുക. സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പോൾ എൻ്റെ ഖബറിൽ അടിയും ബഹളവും ഭയങ്കര ബേജാറ്. നബി തങ്ങൾ അവിടെ നിന്നു, എന്നിട്ട് ദ്വാരുന്നു. എന്നിട്ട് ഈത്തപ്പനയുടെ ഒരു പച്ച കമ്പ് എടുത്തിട്ട് അവിടെ കുത്തിവെച്ചു. സ്വഹാബി ചോദിച്ചു, പുണ്യ നബിയെ എന്താ ഈ കാണുന്നത്, എന്താ ഈ കാണിച്ചത്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്തു, ഇവിടെ ഖബറിൽ വലിയ ശിക്ഷയാണ്, ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട്. നമ്മൾ പോയാലും ഈ മരത്തിൻ്റെ അത് ഉണങ്ങാത്ത കാലത്തോതും തസ്ബീഹ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് പുണ്യ റസൂൽ. ഇടയ്ക്കൊന്ന് പോയി നോക്കണ്ടേ ഉമ്മായുടെ ഖബറിൻ്റെ അകത്തുള്ള നമ്മൾ നട്ടുപിടിപ്പിച്ച മൈലാഞ്ചി ചെടിയുടെ കോലം ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വലിയ കൂലിയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അപ്പോൾ പള്ളിക്കാട് വെട്ടാൻ പാടില്ലെന്നല്ലോ ഇതിൻ്റെ അർത്ഥം. പള്ളിക്കാട് വെട്ടാൻ പാടില്ല എന്ന് ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാൽമ കടിച്ചിട്ട് ഞാൻ വലിയാരാണ് പറയാൻ പാടില്ല. കാടൊക്കെ വെട്ടാം, പുല്ലൊക്കെ വെട്ടി റെഡിയാക്കാം. ഖബറിൻ്റെ മുകളിൽ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ഒരു ചെടി വച്ചിട്ടുണ്ടാവുമല്ലോ, അത് സംരക്ഷിക്കണം, അത് മുറിച്ച് കളയാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ദീർഘായുസോട് കൂടെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചോനെ നീ ഈ മെസ്സേജ് അവർക്കൊക്കെ കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഖബറിലേക്ക് എത്തും. ഒരു സ്വലാത്തേ പോയിട്ടുള്ളൂ, നീയത്തങ്ങോട്ട് കൂടി എല്ലാവർക്കും എത്തും. ഒരു സ്വലാത്ത് കൊണ്ട് 70,000 ആളുകൾക്ക് പുറത്തു കൊടുത്തു എന്നാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഒരു സ്വലാത്ത് കൊണ്ട് 70,000. സാധാരണ നമ്മൾ ഫാത്തി ഓതിയിട്ട് പടച്ചോനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കണമെന്ന് ഹദിയ ചെയ്യും. സ്വലാത്ത് ചൊല്ലിയിട്ട് സാധാരണ ചൊല്ലാറില്ല. ഉണ്ടോ? ഇല്ല. ഇനി മുതൽ ചുരുങ്ങിയതൊരു 3 സ്വലാത്ത്. അപ്പം നമ്മൾ പറഞ്ഞെന്താ, നീയത്തിൽ പടച്ചോനെ എനിക്കും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കുടുംബക്കാർ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചോനെ. അതിനുവേണ്ടി നീയത്ത് ചെയ്ത് ഒരു യാസീൻ. രണ്ടാമത്തത് റിസ്ക്കിൽ വിശാലത, ഭക്ഷണ വിശാലത എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. ഭക്ഷണ വിശാലത, നമ്മൾ പൊതുവെ ഫുഡിൻ്റെ ആളുകളാണ്. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഭക്ഷണ വിശാലത എന്നല്ല മണ്ണാങ്കട്ട, ഭക്ഷണ വിശാലതയല്ല. റിസ്ക് വിശാലത എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗമെല്ലാം, വസ്ത്രം ഉണ്ടോ, പാർപ്പിടം, വാഹനം, എല്ലാം അതിൽപ്പെട്ടു. എനിക്ക് എന്തൊക്കെ വേണം ജീവിക്കാൻ, അതൊക്കെ ഭക്ഷണം. ഫുഡ് കഴിച്ച് റപ്പായി ആയിട്ടാണെന്ന് അറിയോ, വേറെ ഒന്നും വേണ്ട. എല്ലാം ഉപജീവന മാർഗം മുഴുവനും അതിൽ വിശാലത ഉണ്ടാകണം. ഉണ്ടോ? അടുത്ത യാസീൻ. മൂന്നാമത്തത് എന്ന് പറയും ആഖിബത്ത് നന്നാവാൻ, ഈമാനോടെ മരിക്കാൻ. ഉണ്ടോ? ആ കൂട്ടത്തിൽ നമ്മൾ ഒരു നെയ്യത്തോടെ ചേർത്ത് കൊടുത്താൽ ആര്? ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർ. അപ്പോൾ യാസീൻ 1 കൂലി 2. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ നെയ്യത്തിലൊക്കെ നമ്മൾ യാസീൻ ഓതണം. അതിൻ്റേതായ ചിട്ടവട്ടത്തിൽ ഒരു സൂറത്ത് യാസീൻ ഓതിയാൽ 20 ഖത്തം ഓതിയ കൂലിയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സൂറത്ത് യാസീൻ എത്ര കൂലി? 20 ഖത്തം. അപ്പോൾ ആലോചിക്കുക, എൻ്റെ കൂലി 20 ഖത്തം. അപ്പോൾ ആ യാസീൻ എന്ത് യാസീനായിരിക്കും? നമ്മുടെ യാസീൻ അൽ ഖുർആനിലൊക്കെ എൻ്റെ മുസ്ലിം ഹലാസുറ ആ യാസീനല്ല, അത് നേരത്തെ മൊല്ലാക്ക പറഞ്ഞ യാസീനാണ്. വലിയ ശുദ്ധിക്കാർക്ക് ഓതാന്ന് പറഞ്ഞല്ലേ, അത് പറ്റില്ല. അതിൻ്റെ കൃത്യമായ ഹുക്കുമുകൾ നമ്മൾ യാസീൻ ഓതുന്നതിൻ്റെ പെശക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ അവൈലബിൾ ആണല്ലോ ഗൾഫ് ഖിറാഅത്ത്. നമ്മളൊരു ഗൾഫ് ഇമാമിൻ്റെ ഒരു ഖിറാഅത്ത് നമ്മൾ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മുസാഫ് എടുത്തിട്ടൊന്ന് നോക്കിയേ. ദുനിയാവ് ആഖിറ തമ്മിലുള്ള യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ഒത്തായിട്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും. സൂറത്തുൽ കഹ്ഫിൽ ഒരുപാട് തെറ്റുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിൽ തെറ്റുണ്ട്. നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യണം. യാസീൻ നമ്മൾ ശരിയായ ഖിറാഅത്തുകൾ എന്തൊക്കെ സംവിധാനം ഉണ്ട് നമ്മൾ ഓതുന്ന നോക്കാം ഇല്ലേ. ഞാൻ ഒറ്റ കാര്യം പറയാം. ആദ്യത്തെ യാസീൻ സൂറത്തിൻ്റെ ആയത്ത് ഏതാ? ഫസ്റ്റ് ആയത്ത് അലാ സിറാത്തി മുസ്തഖീമോ? അതിന് മുമ്പ് ആയത്തില്ല, അവിടെയുള്ള മുസഫിൽ ഇല്ലേ? അത് ആദ്യത്തെ ആയത്തെ ഞാൻ ചോദിക്കാൻ പഠിച്ചോനെ, ഞാൻ പോവാണ്. ആദ്യത്തെ ആയത്തെ എൻ്റെ റബ്ബേ, ചവാല യാസിലേ, അതാണ് അത്. ഇസ്മുമിൻ അസ്മാഇ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂലിൻ്റെ പേരാണ് യാസീൻ. ഖുർആനിൻ്റെ ഖൽബ് സൂറത്ത് യാസീൻ എന്ന് പുണ്യ റസൂൽ. ഏതാ സൂറത്ത് യാസീൻ? പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാസീൻ എങ്ങനെ യാസീൻ ഓതേണ്ടത്? യാസീൻ. പൊട്ട തെറ്റാണത്. എന്താ കേൾക്കാൻ ഇമ്പം, ഉറങ്ങിപ്പോയി. യാസീൻ പൊട്ട തെറ്റ്, പാടില്ല. അത് അതിനത്ര നീട്ടു പാടില്ല, ചെറിയ നീട്ടേ ഉള്ളൂ. യാസീൻ കേട്ടോ, ചെറിയ നീട്ടുള്ളൂ യാക്ക്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. യാസീൻ അവിടെ നീട്ട്. 6 ഹർക്കത്തിൻ്റെ കഥ അവിടെ നീട്ടിയില്ലെങ്കിലല്ലോ യാസീൻ അങ്ങോട്ട് ബാത്തിലാവും. വെറുതെ അല്ല നമ്മുടെ ഒരു യാസീൻ ഓതിയാൽ എല്ലാ ആവശ്യം വീട്ടു എന്ന് പറഞ്ഞിട്ട് 10,000 ഓതിയിട്ട് ഒന്നും കിട്ടാത്തത്. ആ ജാതി യാസീനാണ്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇടക്കിടക്ക് മുബീൻ വൈലിഹി തുർജഊൻ പണ്ടാരോ പറഞ്ഞല്ലോ. ആ ജാതി യാസീൻ പറ്റില്ല. എല്ലാം കൃത്യമായി സൂക്ഷിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബറാത്തു രാവിലെ യാസീൻ്റെ പെരുന്നാൾ വരാൻ പോവുക. നമ്മൾ നോക്കുക, ഒന്ന് കേട്ടു നോക്കുക യാസീൻ എങ്ങനെയുണ്ടെന്ന്.
അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ഉറപ്പിച്ചോ സൂറത്ത് യാസീനുള്ള ഒരുപാട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അക്ഷരങ്ങൾ പോകും, കുറേ കയറി വരും. നമ്മളറിയൂല. നോക്കിക്കോ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ അല്ലേ? നമ്മളെങ്ങനെ ഓതാ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ, ഖലഖൽ അസ്വാജ. ലസുവാജ ബാത്തിലാണ് ആ ഖിറാഅത്ത്. പടച്ചോൻ അടി തരും. സുബ്ഹാനൽ എങ്ങനെ ആയത്ത്? പടച്ചോനെ എങ്ങനെ ആയത്ത്? ഓക്കേ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ. ബാത്തിലാണ് ആ ഖിറാഅത്ത്. അല്ലാഹുവിൻ്റെ അടി കിട്ടും ആ ഖിറാഅത്ത് കൊണ്ട്. എന്തുകൊണ്ട്? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ, ഖലഖൽ അസ്വാജ, ലസുവാജ തെറ്റാണത്. ഖലഖൽ അസ്വാജ, രണ്ടാണ്. ഖലഖൽ അസ്വാജ. തിരിഞ്ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് പെശകുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാരണം ഈ ബറാത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു പക്ഷേ ഈ ആയുസ്സിലെ മുഴുവൻ നഷ്ടപ്പെടും. അടുത്ത ബറാത്ത് അള്ളാഹു ആലം, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗൗരവത്തോടു കൂടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക്